പ്രസാദിലേക്കാണ്. പ്രസാദ്, ഇപ്പോൾ റോഷി അഗസ്റ്റിൻ വളരെ വിശദമായി പ്രതികരിക്കുന്നു. ഇപ്പോൾ ജോസ് കെ മാണിക്ക് ഒരു ചാഞ്ചാട്ടം എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ റോഷി അഗസ്റ്റിന് അപ്പുറത്താണ്, അതായത് LDF-ൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ജയരാജും റോഷി അഗസ്റ്റിനും LDF-ൽ തന്നെ, പ്രമോദ് നാരായണനും അതെ LDF-ൽ തുടരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നാണോ? സ്മൃതി, ഇപ്പോൾ വളരെ വിശദമായിട്ട് തന്നെയാണ് റോഷി അഗസ്റ്റിൻ സംസാരിച്ചത്. റോഷി അഗസ്റ്റിൻ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും റോഷി അഗസ്റ്റിൻ ഈ മുന്നണി വിട്ട് പുറത്തേക്കില്ല എന്നുള്ളത് തന്നെയാണ്. കുറച്ചു സമയം മുമ്പ് ഉള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ റോഷി അഗസ്റ്റിന് പിറകെ ഒരു പിന്തുണ എന്നോണം തുടരും എന്ന് പറഞ്ഞ് പ്രമോദ് നാരായണന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വരികയാണ് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും N ജയരാജനും ഇനിയിപ്പോൾ LDF വിട്ടുപോയാലും ഇല്ല എന്നതിന്റെ സൂചനകൾ തന്നെ പരസ്യമായി നൽകുന്നുമുണ്ട്. മാത്രവുമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത LDF-ന്റെ നേതൃത്വത്തിലുള്ള സമരത്തിൽ തങ്ങളുടെ പാർട്ടി ചെയർമാൻ എന്തുകൊണ്ടാണ് പങ്കെടുത്തത് എന്ന് പോലും വിശദീകരിക്കാൻ റോഷി അഗസ്റ്റിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനർത്ഥം വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടിയിൽ നിന്ന് ജോസ് കെ മാണി വിട്ടുനിന്നത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, LDF-ന്റെ മധ്യമേഖലാ ജാഥ, ആ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം, ആ സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്ന ഒരു നിർദ്ദേശം ഏതാണ്ട് കൊടുത്തു എന്ന വിവരത്തിലേക്കാണ് പോകുന്നത്. അത് N ജയരാജ് നയിച്ചോട്ടെ എന്ന നിലപാട് ജോസ് കെ മാണി എടുത്തു എന്നാണ് അറിയുന്നത്. അതിനർത്ഥം ശ്രുതി, നമ്മൾ മനസ്സിലാക്കിയതുപോലെ UDF-ഉമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അങ്ങോട്ടേക്ക് UDF-ലേക്ക് പോകാനുള്ള നീക്കമാണ്, ചർച്ചയാണ് സജീവമായി തുടരുന്നത്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഉറപ്പിക്കുന്നുണ്ട് പ്രസാദ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, കേരള കോൺഗ്രസ് എം UDF-ൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്. സീറ്റുകളുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് കേരള കോൺഗ്രസ് എം നേതാക്കളെ അറിയിച്ചു. സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, VD സതീശൻ ഉൾപ്പെടെയുള്ളവരാണ് രഹസ്യ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ നേതാക്കളുമായി KPCC അധ്യക്ഷൻ സംസാരിച്ചിട്ടുമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശത്തിൽ അഭിപ്രായം തേടിയിരിക്കുന്നു എന്നുള്ളതാണ്. റോഷിബാൽ ഈ പ്രധാന വാർത്തയുടെ വിശദാംശങ്ങളുമായി. റോഷിബാൽ, കേരള കോൺഗ്രസ് എം, അതായത് ജോസ് കെ മാണി UDF-ലേക്ക് തിരിച്ചെത്തും എന്നുറപ്പിക്കുകയാണോ? കോൺഗ്രസിലെ ചർച്ചകൾ വളരെ മുന്നേ തന്നെ തുടങ്ങി എന്നതിന്റെ സൂചനകളാണോ നമുക്ക് ലഭിക്കുന്നത്? ആരൊക്കെയാണ് ചുക്കാൻ പിടിക്കുന്നത്? സ്മൃതി, UDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ എത്തിക്കാനുള്ള നീക്കങ്ങൾ അത് സജീവമാണ്, അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. കേരള കോൺഗ്രസ് നേതൃത്വത്തിന് കോൺഗ്രസിന്റെ ഉറപ്പ് നൽകിക്കഴിഞ്ഞു. നേരത്തെ UDF-നുള്ള സമയത്ത് നൽകിയ സീറ്റുകൾ അത്രയും നൽകും. ഏതൊക്കെ സീറ്റുകൾ എന്നുള്ള കാര്യത്തിൽ പിന്നീട് ചർച്ചകൾ. ഏതായാലും ഉറപ്പാണ്, ഏറ്റവും നല്ല പരിഗണന UDF-നകത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭിക്കുമെന്നത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശയവിനിമയം നടത്തി. പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ അഭിപ്രായവും തേടിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് തിരിച്ചെത്തുമെന്ന സന്ദേശം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ മുതിർന്ന നേതാക്കൾ തന്നെ നൽകിക്കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് LDF-ൽ തുടരാൻ കഴിയില്ല. കാരണം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, അത് സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങളുണ്ട്. കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, ഇത് തടയാൻ സർക്കാരിന് കൃത്യമായി കഴിഞ്ഞിട്ടില്ല. കർഷകർക്ക് വലിയ പ്രതിസന്ധിയുണ്ട്, കൃഷിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനെതിരെ മലയോര മേഖലയുള്ള വികാരം, ആ വികാരമാണ്. അത് സഭകളൊക്കെ ആ വികാരം പരസ്യമായി പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചതാണ്. ഇത് ഒരു സമ്മർദ്ദമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മേലുണ്ട്. അതാണ് നേരത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാവായ ജോസ് കെ മാണി തന്നെ നിയമസഭാ സമ്മേളനം അടിയന്തരമായി വിളിക്കണമെന്ന് വളരെ നേരത്തെ ആവശ്യപ്പെട്ടത് നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെയാണ് അതൊരു സംയുക്ത പ്രമേയത്തിലേക്ക് വരുന്നതും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി LDF-ൽ തുടരുന്നത് അപകടമാണെന്ന വിലയിരുത്തൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. ആ സാഹചര്യമാണ് UDF മുതലെടുക്കുന്നത്. മാണി വിഭാഗത്തെ തിരിച്ചെത്തിച്ചാൽ മധ്യ കേരളത്തിലും ഒപ്പം മറ്റ് ജില്ലകൾ, പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലും നേട്ടമുണ്ടാക്കാൻ കഴിയും. സുരക്ഷിതമായി 100 സീറ്റിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ചർച്ചകൾ രഹസ്യമായി, എന്തായാലും അത് ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനുള്ള ശ്രമം നടന്നത്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളൊക്കെ ഈ ചർച്ചകൾ രഹസ്യമായി നേതൃത്വം നൽകുന്നുണ്ട്. അവർ നടത്തുന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഇനി തീരുമാനം ഏറെ വൈകില്ല. ഇനി തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ്
മാണി വിഭാഗമാണെന്ന് നേതാക്കൾ പറയുന്നു. കോൺഗ്രസ് നേതൃത്വം പൂർണ്ണ സജ്ജമാണ്. ഒരു ജില്ലയിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് തിരിച്ചെത്തുന്നതിൽ എതിർപ്പില്ലെന്നാണ് KPCC നേതൃത്വത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ സജ്ജമാണ്. പിളരുകയാണെങ്കിൽ ഒരു ഭാഗമാകും UDF-ലേക്ക് വരിക എന്നതിന്റെ സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? നമ്മൾക്ക് അറിയാനാകുന്നത് പ്രകാരമാണെങ്കിൽ ഈ സഭയുടെ സമ്മർദ്ദവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജോസ് കെ മാണിക്ക് മേൽ അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ട്. അപ്പോൾ എങ്ങനെ എന്തു പറഞ്ഞു പുറത്തിറങ്ങും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് കേരള കോൺഗ്രസിനുള്ളത് എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ ഇപ്പോൾ റോഷി അഗസ്റ്റിന്റെ പ്രതികരണ പ്രകാരം അവർക്ക് LDF-ൽ തുടരാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഇടുക്കിയിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കേരള കോൺഗ്രസിന്റെ പൊതുനിലയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര നല്ല രീതിയിലല്ല എന്ന് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളാണ് LDF ജോസ് കെ മാണിക്ക് നൽകിയത്. 12-ൽ 5 ഇടത്ത് വിജയിച്ചു. ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്താണ് വാഗ്ദാനം, എവിടെയൊക്കെ ഏതൊക്കെ സീറ്റുകൾ എന്നതിലടക്കമുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണോ റോഷി? അത്തരം ചർച്ചകളൊക്കെ പ്രാഥമികമായി നടന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് പാലാ സീറ്റിന്റെ കാര്യത്തിലടക്കം UDF കൃത്യമായി മാണി സി കാപ്പനെ അനുനയിപ്പിച്ച ആ സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകാനാണ് സാധ്യത. ജോസ് കെ മാണിക്ക് കൃത്യമായി വിജയിച്ച് വരാനുള്ള ഒരു സീറ്റ് ഉറപ്പായും വിജയിക്കുമെന്ന് UDF-ന് ഉറപ്പുള്ള ഒരു സീറ്റ് തന്നെ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തരത്തിൽ ഉള്ള ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല ഈ കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് KPCC നേതൃത്വം പറയുന്നുണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റ അഭിപ്രായമാണ്. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളാകട്ടെ അതാത് ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കളാകട്ടെ എല്ലാവരും തിരിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്നതിനോട് പൂർണ്ണ യോജിപ്പാണ്. കോൺഗ്രസ് സജ്ജമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കും. സീറ്റുകളൊക്കെ കൃത്യമായി നൽകും. ഏതൊക്കെ സീറ്റുകൾ, 1-2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. ഏതായാലും അവർക്ക് തൃപ്തികരമായ ഒരു സാഹചര്യം ഉണ്ടാകും. ഒന്ന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ UDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം തിരിച്ചെത്താനുള്ളതാണ് എന്ന് പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് മലയോര മേഖലയിലെ പ്രതിഷേധങ്ങളാണ്, കർഷകരുടെ പ്രശ്നങ്ങളാണ്. അതൊക്കെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ടെന്ന് വിലയിരുത്തൽ, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ടായ തിരിച്ചടി, അതൊക്കെ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് എല്ലാ നേതാക്കളും ഒരുമിച്ച് തന്നെ ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം പോവാതെ ഒരുമിച്ച് തന്നെ ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. പ്രതീക്ഷ ഇപ്പോൾ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നണി മാറ്റമില്ല എന്ന് പറയുന്നവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ചേർത്തുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒന്നിച്ചു വരിക UDF-ലേക്ക് എന്നതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാധ്യതകളാണ് ആരായുന്നത്.